മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ ആനക്കുട്ടി ചെരിഞ്ഞു. അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കഴിഞ്ഞ ദിവസം കുട്ടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചെരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജനിച്ച കാട്ടാനക്കുഞ്ഞായിരുന്നുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായതും കുട്ടിയാന അവശനിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു. സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ RTR സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. നമുക്ക് രാവിലെ 5:30 ഇങ്ങനെ ഒരു വിവരം കിട്ടിയിരുന്നു. അപ്പം ആദ്യം കിട്ടിയ വിവരം ഇവിടെ പ്രസവിച്ച് വീണ് കിടക്കുന്നു എന്നുള്ള വിവരമാണ്. അപ്പോൾ തന്നെ നമ്മൾ RRT സംഘത്തെ, സ്പെഷ്യൽ RRT ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്നതിൻ്റെ മോണിറ്ററിങ്ങിനായിട്ട്. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ആന അടുത്ത് നിൽക്കുവാണ്ട് നമുക്ക് കൂടുതൽ അടുത്ത് പരിശോധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആന മാറിക്കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനക്കുട്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡോക്ടറെ, വെറ്റിനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം തുടർന്ന് നടപടി സ്വീകരിക്കും. ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു മോഴയാനയും അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു. ആനകൾ ഇവിടെ നിന്നും മാറിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടി അവശനിലയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചെരിയുകയായിരുന്നു. കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു. പോയി മണ്ണല്ലി മേലെ പൊട്ടു ഓടിക്കറാൻ പറ്റത്തില്ല. ചെളിയുണ്ടോ? ഇപ്പൊ തലയിൽ എന്താ പ്രശ്നം എന്തായാലും അത് മറ്റൊരു മോഴയാണ്. കണ്ണ് ക്ലോസ് ചെയ്തേ. കണ്ണ് കരഞ്ഞോ നോക്കണേ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വാർത്താ കേരളം, ഇടുക്കി.